വി.ഡി. സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി വിശേഷിപ്പിച്ച് വീണ്ടും ഫ്ലെക്സ് ബോർഡ്. മൂവാറ്റുപുഴയിലാണ് ഫ്ലെക്സ് ഉയർന്നത്. വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിപിൻ സി വിജയൻ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, നേതൃത്വം പരസ്യ പ്രതികരണങ്ങൾ വിലക്കിയിട്ടും ഈ ഫ്ലെക്സ് ബോർഡിന്റെ യുദ്ധം ഇതുവരെ അവസാനിക്കുന്നില്ല. ഇന്നലെ വി.ഡി. സതീശനെ എതിരായിട്ടും അനുകൂലിച്ചും ഒക്കെ എറണാകുളം ജില്ലയിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. ഇപ്പോഴിത് മൂവാറ്റുപുഴയിലാണ് അനുകൂലിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്നുള്ളതാണ്. കോൺഗ്രസ് കൊടിമരത്തിന്റെ തൊട്ട് താഴെ മൂവാറ്റുപുഴയിലെ കിഴക്കേക്കര കവലയിൽ ആണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. ഏറ്റവും കൂടുതൽ, അതായത് ഈ വി.ഡി. സതീശനുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി പ്രവർത്തകർ, കോൺഗ്രസിന്റെ പ്രവർത്തകരുള്ള, വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുള്ള ഒരു സ്ഥലം കൂടിയാണ് കിഴക്കേക്കര. അവിടെയാണ് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. അതും കോൺഗ്രസ് കൊടിമരത്തിന്റെ തൊട്ട് താഴെയാണ് വന്നിരിക്കുന്നത്. ഈ ഫ്ലെക്സ് ബോർഡ് ഉയരുകയും അത് പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തതോടുകൂടി ഉടൻ തന്നെ അത് അഴിച്ചു മാറ്റുകയും ചെയ്തു. നിലവിൽ ആ ഫ്ലെക്സ് ബോർഡ് അവിടെ ഇല്ല. പക്ഷേ ഈ ഫ്ലെക്സ് ബോർഡിന്റെ യുദ്ധം, അതായത് അത് എത്തിക്കേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ പുറത്തറിയേണ്ട സമയത്ത് അറിഞ്ഞു എന്നുള്ളതാണ്. ഈ ഇത്തരത്തിൽ ആ ഒരു നിയുക്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ച കോൺഗ്രസിൽ അവസാനിക്കുന്നില്ല. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാവുകയാണ് മൂവാറ്റുപുഴയിലെ ഫ്ലെക്സ്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.